പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 11-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രൊമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 6-ാം സങ്കീർത്തനം 9-ാം വാക്യം. സാംസ് 6:9 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. ദാവീദ് തന്ത്രിനാദത്തോടെ അഷ്ടമരാഗത്തിൽ എഴുതിയ ഒരു സങ്കീർത്തനം. വളരെ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലുമായി തൻ്റെ ജീവിതം വളരെ പ്രതിസന്ധിയിലായപ്പോൾ നിലവിളിയോടെ, വളരെ വേദനയോടെ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷായാചന. അങ്ങനെ കഴിഞ്ഞ 8 വാക്യങ്ങളിൽ തൻ്റെ സങ്കടവും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ പറഞ്ഞിട്ട് തൻ്റെ പ്രത്യാശ വിളിച്ചു പറയുന്നു: യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ അപേക്ഷ കൈക്കൊള്ളും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ അനവധി പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ട്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ എന്ന്. എന്നാൽ ദാവീദിനെ പോലെ നമുക്കും പ്രത്യാശയോടെ പറയാം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട്, എൻ്റെ അപേക്ഷ കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ നിരാശപ്പെടാതെ, സങ്കടപ്പെടാതെ, ശത്രു ലജ്ജിച്ചോടും എന്നുള്ള ധൈര്യത്തോടെ, പ്രത്യാശയോടെ ഈ ദിനം നമ്മുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ ജോലികളിൽ, കുടുംബകാര്യങ്ങളിൽ, നിയമകാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രതികൂലങ്ങളെ മുഴുവനും അനുകൂലമാക്കട്ടെ. ഇന്നത്തെ ദിനം ഈ ഒരു വലിയ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ദാവീദ് വളരെ നിസ്സഹായ അവസ്ഥയിൽ, മുൻപിൽ യാതൊരു പ്രത്യാശയ്ക്ക് വകയില്ലാഞ്ഞപ്പോൾ തൻ്റെ സങ്കടം മുഴുവൻ ഇറക്കി വെച്ചിട്ട് തൻ്റെ ഉള്ളിലെ വലിയ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചു: യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇന്ന് നമുക്കും പറയാം, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം പിന്നെയും ഇന്നും നാളെയും എന്നും എന്നേക്കും പ്രാർത്ഥന കേൾക്കുവാൻ മതിയായവനാണ്. ആ ദൈവം പ്രാർത്ഥന കേൾക്കും. അതിന്മേൽ നിശ്ചയമായി എനിക്ക് വിടുതലും വിജയവും നൽകും. അങ്ങനെ ഒരു വലിയ പ്രത്യാശയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ഒരുപക്ഷെ അനേക വിഷയങ്ങൾക്ക് ഇതുവരെ മറുപടി ഇല്ലായിരിക്കാം. ഒരുപക്ഷെ ഇതുവരെ ചില കാര്യങ്ങൾക്ക് ഒരു നീക്കവും ഇല്ലായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മളോട് കൂടെയുണ്ട്. ഇന്ന് പകൽ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമാവട്ടെ. ഉറക്കെ പറയാം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ജീവജലത്തിൻ്റെ പ്രേക്ഷകരായ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയൊന്നും വെറുതെ ആവുകയില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടിയുണ്ട് നിശ്ചയം. ആ പ്രാർത്ഥനയിലുള്ള ഉറപ്പോടും ധൈര്യത്തോടും കർത്താവിലുള്ള വിശ്വാസത്തോടും ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായൊരു പുതിയ പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമാക്കണമേ. പലപ്പോഴും ഞങ്ങളും നിരാശയിലും സങ്കടത്തിലും പെട്ടുപോകുന്നവരാ. എന്നാൽ ദാവീദ് ഞങ്ങൾക്കൊരു വലിയ മാതൃക കാണിച്ചു. തൻ്റെ പ്രത്യാശ, തൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കും, അപേക്ഷ കൈക്കൊള്ളും. അതെ, ഞങ്ങളുടെ അപേക്ഷയും പ്രാർത്ഥനയും കൈക്കൊള്ളുന്ന ജീവൻ ജീവിക്കാൻ സ്തോത്രം. ആ ദൈവത്തിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇതാ പുതുദിനത്തിൽ ഇറങ്ങിത്തിരിക്കുന്നു. അവിടുത്തെ കൃപയുണ്ടായിരിക്കണം. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെട്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.